ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് മസാല ആക്കി എടുത്തതാണ് കേട്ടോ. അതൊന്ന് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പശു നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3-4 ഏലക്കായയും 2 ഗ്രാമ്പു കുറച്ച് പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 6 ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ചെമ്മീനിലും ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത്രയും ഇഞ്ചിയാണ് എടുത്തേക്കണത്. പിന്നെ 2 കുടം വെളുത്തുള്ളിയും ഒരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ ഗ്രാമ്പു ഏലക്കായ പട്ട ജീരകം കുരുമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു വലിയ സ്റ്റീലിൻ്റെ കപ്പിൽ നിറയെ അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1.25 കപ്പ് അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ട് ആ അരിയിൽ കഴുകിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത് 1.25 കപ്പ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചേക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അരി ഇടാം. അപ്പോൾ അതേ നമ്മളുടെ സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് 4 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളിയും 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അവിടെ അടച്ച് വെച്ചാൽ മതി. പിന്നെ അത് വെള്ളം വറ്റി കഴിയുമ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തത്. ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പുളിയില്ലാത്ത ഒരു വലിയ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറുതാക്കി വെക്കാം കേട്ടോ തീ. ചോറ് വേകുമ്പോഴത്തേക്കിന് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ചെമ്മീനിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചാൽ പിന്നെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വറ്റി വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. അപ്പോൾ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് പകുതി ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും ഗരം മസാലയുടെ പൊടി പിന്നെ കുറച്ച് നെയ്യ് പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു ലെയർ നമ്മളിതുപോലെ ചെയ്തില്ലേ. ഇനി ബാക്കിയുള്ള ചോറും കൂടെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ച് ഗരം മസാലപ്പൊടിയും പൈനാപ്പിൾ എസൻസും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് ഉച്ചയായ കാരണം ഞാൻ വേഗം എടുത്തിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനത് പ്ലേറ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളിലാക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും അതേപോലെ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ആക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ
അപ്പോൾ അതേ നമ്മളുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈസിയിൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കച്ചമ്പറും കുറച്ച് അച്ചാറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്